മനുഷ്യരെല്ലാം ഒന്നാണെന്ന സങ്കല്പത്തിൽ മഹാബലി നാടുവാണ നല്ല കാലത്തിൻ്റെ ഓർമ്മയിൽ ഇന്ന് തിരുവോണം. ഓണത്തിനായി കാത്തിരിക്കും പോലെ മറ്റൊരു ഉത്സവത്തിനായും മലയാളികൾ കാത്തിരിക്കാറില്ല. ഓണക്കോടിയുടുത്തും ഓണസദ്യയുണ്ടും മലയാളികൾ ഒത്തുകൂടുമ്പോൾ ലഭിക്കുന്നത് പുത്തൻ ഉണർവാണ്. ഓണത്തിൻ്റെ ഐതിഹ്യങ്ങൾ നിറഞ്ഞ തൃക്കാക്കര ക്ഷേത്രത്തിൽ വിപുലമായ ചടങ്ങുകളോടെയാണ് തിരുവോണ മഹോത്സവം. മഹാബലിയെ വരവേൽക്കലും ശീവേലിയും തിരുവോണ സദ്യയുമായി സമൃദ്ധിയോടെയാണ് ഇന്നത്തെ ആഘോഷങ്ങൾ നടക്കുന്നത്. തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നും കീർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. കീർത്തി, തൃക്കാക്കരയാണ് ഒരു പക്ഷേ ഈ ഓണത്തിൻ്റെ കേന്ദ്രീകൃതമായ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ആഘോഷങ്ങൾ എങ്ങനെയാണ് ഇന്ന്? തീർച്ചയായും ജംഷാദ്, ഓണമെന്ന് പറയുമ്പോൾ അത് കൂടുതൽ ആഘോഷമുള്ളൊരു ക്ഷേത്രം എന്ന നമുക്ക് നിസ്സംശയം പറയാവുന്ന ക്ഷേത്രം തന്നെയാണ് തൃക്കാക്കരയിലെ ഈ മഹാബലി ക്ഷേത്രം. തൃക്കാക്കര ക്ഷേത്രം എന്നറിയപ്പെടുന്ന വാമനമൂർത്തി പ്രതിഷ്ഠയും ഒപ്പം തന്നെ മഹാദേവന്റെ പ്രതിഷ്ഠയുമുള്ള ഈ തൃക്കാക്കര ക്ഷേത്രം, ഇവിടെ പ്രസിദ്ധമായ നിരവധി ചടങ്ങുകളാണ്. ഈ തിരുവോണ നാളിൽ ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ്. ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ അവസാന ദിനം കൂടിയാണിത്. ഇന്നത്തെ ഈ ദിനം ഒരു ആറാട്ട് മഹോത്സവമായി തന്നെ ഇവർ ആഘോഷിക്കുന്നത്. വലിയ തരത്തിലുള്ള ആചാരങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി ഇന്ന് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് രാവിലെ 8 മണിയോടുകൂടി തന്നെ നടന്നു കഴിഞ്ഞു. ഈ വാമനമൂർത്തി ഈ മഹാബലിയെ വരവേൽക്കുന്ന ആനയിക്കുന്ന ചടങ്ങ്, അത് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഈ മഹാബലി ആസ്ഥാനത്തേക്ക് വാമനമൂർത്തിയായി ഒരു കൊച്ചുകുട്ടിയായിരിക്കും വേഷമിടുക. അപ്പോൾ ആ വാമനമൂർത്തി മഹാബലിയെ ആനയിച്ചു കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് അത് നടന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന 9 ഗജവീരന്മാർ. 9 ഗജവീരന്മാർക്ക് പഞ്ചവാദ്യത്തോടു കൂടിയുള്ള വലിയ ഒരു ആഘോഷം തന്നെയാണ്. നിരവധി ആളുകളാണ് ഇപ്പോൾ ഇത് കാണാനായി ക്ഷേത്ര ദർശനം നടത്താനായി എത്തിച്ചേരുന്നത്. പുലർച്ചെയൊക്കെ തന്നെ നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര ദർശനം നടത്താനായി എത്തിച്ചേർന്നിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രസിദ്ധമായ ഒന്ന് തന്നെയാണ് ഈ തിരുവോണ സദ്യ. ഈ തിരുവോണ സദ്യ 25,000 പേർക്കാണ് ഇവിടെ തിരുവോണ സദ്യ ഒരുക്കിയിരിക്കുന്നത്. 25,000-ത്തിലധികം ആളുകൾ ആണ് കഴിഞ്ഞ വർഷത്തെ ഓണസദ്യയിൽ പങ്കാളികളായി എത്തിയത്. കഴിഞ്ഞ വർഷം 30,000 പേർക്ക് തിരുവോണ സദ്യ ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ദിനമായ ഉത്രാടത്തിൻ്റെ അന്ന് 1200 ആളുകൾ ഉത്രാട ദിന സദ്യ കഴിക്കാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഈ ഒരു സമയം തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ തിരുവോണ സദ്യ ആരംഭിക്കും. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ആളുകൾക്കായി തിരുവോണ സദ്യ ഇവിടെ നൽകും. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഒരേ സമയം 1800ഓളം ആളുകൾക്ക് ഇരുന്ന് കഴിക്കാൻ പാകത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. 300-ലധികം ആളുകൾ ഈ ഓണത്തിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ പങ്കുവച്ചത്. ചവിട്ടിത്താഴ്ത്തിയ വാമനനും ചവിട്ടിത്താഴ്ത്തപ്പെട്ട മഹാബലിയും ഒരുമിച്ച് സമ്മേളിക്കുന്ന ചില സന്ദേശങ്ങൾ ആ വൈരുദ്ധ്യത്തിലും ഉണ്ട് എന്നുള്ളതാണ് തൃക്കാക്കരയുടെ മറ്റൊരു പ്രത്യേകത കൂടി.